അസ്സലാമു അലൈക്കും. ഞാൻ ഉസ്മാൻ പാറക്കത്തോടി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ലാസ്റ്റ് വെച്ച വാഴത്തൈകളൊക്കെ ഒരു 4 ഇല വന്നിട്ടുണ്ട്. അപ്പം എന്നാൽ അതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയതിൻ്റെ വീഡിയോ ആണ്. ഞാൻ അതുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു 2 മാസമായപ്പോഴേക്കിന് നമ്മളെ ഈ തോട്ടം മൊത്തം പുല്ലായി. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വർക്ക് തന്നെ വരുന്നുണ്ട്. നമ്മൾ വെട്ടൊഴിവാക്കിയ വാഴയുടെ ചെറിയ കുട്ടി കന്നുകളൊക്കെ അരിഞ്ഞു മാറ്റി അതൊക്കെ പുഴക്കി അവിടെ വേറെ വാഴത്തൈകൾ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിലവിൽ നമ്മളിപ്പോൾ ഈ പുല്ലുകൾ ആദ്യം മാറ്റിയിട്ടല്ല പ്രാവശ്യം വളമിടുന്നത്. അതായത് നമ്മൾ ഈ പുല്ലിൻ്റെ മുകളിൽ തന്നെ പിന്നെ ആ വാഴത്തൈകളുടെ ഭാഗത്തുള്ള കാട് മുടിക്കണ പുല്ലൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്ന് വെട്ടി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് അതിന് ശേഷം നമ്മൾ ജൈവവളം അതോടൊപ്പം തന്നെ കുറച്ച് രാസവളം ചേർത്ത് വളമിടുക. അതിന് ശേഷം പുല്ല് തട്ടിക്കൂട്ടി മണ്ണ് ചെത്തിക്കയറ്റിയിടുക എന്നുള്ള രൂപത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പ്രാവശ്യം നമ്മൾ ജൈവവളം മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ കോഴിക്കാഷ്ടം നമ്മൾ ഈ കൃഷിയിടത്തിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാഴ വേനൽ മഴവെള്ളം കുറയുന്നതോടുകൂടെ വാഴക്കൊരു മഞ്ഞളിപ്പ് വരുന്നുണ്ട്, അതിൽ പട്ടക്കൊക്കെ. അത് ഈ കോഴിക്കാഷ്ടത്തിൽ യൂറിയ അല്പം കൂടിയതുകൊണ്ടാണ് എന്ന് കൃഷിക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ആട്ടുംകാട്ടം പൊടിയാണ് വാഴത്തൈകൾക്ക് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എങ്കിലും 30 കിലോ വരും ഒരു ചാക്ക്, 5 കൊട്ട എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കൊട്ട കൊണ്ട് 3 വാഴത്തൈകൾക്ക് ആട്ടുകാഷ്ടം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂറിയ, പൊട്ടാഷ്, DAP 3 പാടെ മിക്സ് ചെയ്ത് ഒരു 150 ഗ്രാം രാസവളം കൂടി ചേർത്ത് അതിൻ്റെ മുകളിൽ ഈ പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരി തട്ടിക്കൂട്ടിട്ട് കൊടുത്ത് മണ്ണിട്ട് കൂമ്പിച്ച് റെഡിയാക്കി വെക്കാമെന്നാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. എന്തായാലും ഇനി അടുത്തൊരു വളം ചെയ്യൽ കുംഭമാസത്തിൽ ഒരു മഴ കിട്ടിയാൽ, അത് കുംഭത്തിൽ കിട്ടിയില്ലെങ്കിൽ മീനത്തിലൊക്കെ ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു മഴ കിട്ടിയതിന് ശേഷമാണ് ഇനി നമ്മൾ അടുത്ത 2ാം വളം ഈ വാഴത്തൈകൾക്ക് കൊടുക്കുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നമുക്കൊരു 50 വാഴ രക്ഷപ്പെട്ടതുണ്ടായിരുന്നു, വലിയ വാഴ. അതിൻ്റെ 2ാം വളം കൂടി ഈ പ്രാവശ്യം നമ്മൾ ചെയ്തു. ഇതുപോലെ പുല്ല് ആദ്യം ഒന്ന് ചെനക്കി എടുത്ത് അത് ഈ വാഴക്കന്നിൻ്റെ അരികിലേക്ക് കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം കിട്ടുന്ന മണ്ണ് അല്പം കൂട്ടി മണ്ണ് കുറവാണ് എങ്കിലും പുല്ലും മണ്ണും കൂടെ ഇട്ടിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് പുല്ലിനെ മറച്ച് മണ്ണിടാൻ കഴിയുന്നില്ല. എന്തായാലും ഇനി നമ്മൾ അടുത്തൊരു മഴയോടുകൂടെ ഏകദേശം കുറച്ചുകൂടി പുല്ലൊക്കെ വരും. അത് ആ നമ്മൾ കൂട്ടിയിട്ട മണ്ണ് ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷമാണല്ലോ ഒന്ന് ചിരക്കി പൊട്ടിച്ചിറക്കണം. അതിന് ശേഷമാണ് നമ്മൾ 2ാം വളം രാസവളം കൊടുക്കുകയുള്ളൂ. ആ രീതിക്കാണ് നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു, വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മളെ തോട്ടം നല്ല വൃത്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരണം. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 150ഓളം വാഴകൾ ഇതുപോലെ ജൈവവളം രാസവളം കൊടുത്ത് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ റീൽസിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് വിശ്രമിക്കാനൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഷെഡിലിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കണം. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറുപ്പക്കാരായ കൃഷിക്കാർ അല്ലെങ്കിൽ പുതുതലമുറക്ക് ഇതൊക്കെ ഒരു അന്യം നിന്ന് പോയ ചില കാഴ്ചകളാണ്. കൃഷിയിടത്തിലൊന്നും ഇപ്പോൾ ഒരു കൃഷിയിടത്തിലും ഇതുപോലെ ഷെഡുകൾ നാച്ചുറലായിട്ട് ആരും ഉണ്ടാക്കിയിട്ടില്ല. ആ ഷെഡിലിരുന്നു കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുക, അതൊക്കെ ഒരു വലിയൊരു വൈബാണ്. നമുക്ക് കൃഷിയോടൊപ്പം തന്നെ കിട്ടാവുന്ന ഒരു നല്ലൊരു രസമുള്ള രംഗങ്ങളാണ് അതൊക്കെ. എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എന്തായാലും മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.